ബ്രസ്റ്റിൻ്റെ സൈസ് കുറവാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് വിഷമമായിട്ടാണ് ലേഡീസ് കുറച്ച് പേര് വരാറുള്ളത്. അതായത് അവർ ഉദ്ദേശിച്ച ഒരു പ്രൊജക്ഷൻ കിട്ടുന്നില്ല, ഒരു ക്ലീവേജ് കിട്ടുന്നില്ല, ഒരു ഡ്രസ്സ് എടുക്കുമ്പോൾ അതിനകത്ത് തീരെ തന്നെ പ്രൊജക്ഷനായിട്ട് പാഡഡ് ബ്രാസും കാര്യങ്ങൾ ഉപയോഗിച്ച് ഒരുപാട് കഷ്ടപ്പെടുന്ന കുട്ടികളുണ്ട്. ചിലപ്പോൾ അവർക്ക് അവരുടെ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരു ഇഷ്യൂസോ അല്ലെങ്കിൽ പലപ്പോഴും കളിയാക്കലുകൾ വരെ പോകുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ അവരുടെ മാരേജ് ലൈഫിൽ വരെ അവരെ എഫക്ട് ചെയ്യുന്ന ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളും വരാറുണ്ട്. ഇതിനകത്ത് പലർക്കും അറിയുന്നൊരു കാര്യം, ഇതിനകത്തൊരു സൊല്യൂഷൻ ഉണ്ടെന്ന് തന്നെ അറിയാതെ തന്നെയാണ് കുട്ടികൾ വരാറുള്ളത്. ഡോക്ടർ ഇത്ര ഇങ്ങനെ സൊല്യൂഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് പോലും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളത്. ഇതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മെഡിക്കലി അപ്രൂവ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു ബ്രസ്റ്റ് ഇംപ്ലാന്റ് സർജറി, അല്ലെങ്കിൽ ബ്രസ്റ്റിലോട്ട് ഫാറ്റ് ഗ്രാഫ്റ്റിംഗ്, അല്ലെങ്കിൽ നമ്മുടെ തന്നെ കൊഴുപ്പ് വെച്ചിട്ട് ചെയ്യുന്ന സർജറീസ് ആണ്. ഏറ്റവും നല്ല പ്രൊജക്ഷനും ഏറ്റവും നല്ല റിസൾട്ടും കിട്ടുന്നത് എപ്പോഴും ബ്രസ്റ്റിലോട്ട് ഇംപ്ലാന്റ്സ് വെച്ചിട്ട് ചെയ്യുന്ന, ബ്രസ്റ്റിനെ ലിഫ്റ്റ് ചെയ്യുന്ന സർജറീസ് തന്നെയാണ്. ആഡ് ഓൺ ആയിട്ട് അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മളുടെ ഫാറ്റ് വെച്ചിട്ട് ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലൊരു ക്ലീവേജും ഷേപ്പും കൂടെ അതിന്റെ കൂട്ടത്തിൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഏത് സൈസിലോട്ടാണ് നിങ്ങൾ എത്തിപ്പെടേണ്ടത് എന്നുള്ളത് ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഫോട്ടോഗ്രാഫ്സോട് കൂടിയിട്ട് വേണം പ്ലാസ്റ്റിക് സർജനെ കാണാനായിട്ട് വരുമ്പോൾ കാണിച്ചു തന്നു കഴിഞ്ഞാൽ അപ്പോഴാണ് നമുക്കൊരു ഐഡിയ കിട്ടുക എത്ര സൈസാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അതിനെന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടോ എന്നുള്ളത് പറഞ്ഞു തരാനും കൂടെ പറ്റുക. അപ്പോൾ അങ്ങനത്തെ ഫുള്ളി പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു പ്ലാനോട് കൂടിയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു റിസൾട്ടിലോട്ട് എത്തിപ്പെടാനായിട്ടും പറ്റുന്നതാണ്.